തിരുമേനി പ്രാർത്ഥിച്ച് നമ്മൾ അത് ചെയ്യുകയാണ്. അതിനുശേഷം എല്ലാവരും ഒന്ന് അറേഞ്ച്മെന്റിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ തിരുമേനി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവിടുത്തെ തിരുമലയെ ഗണികൾ നോക്കുന്നു. ഞങ്ങളുടെ ദിവ്യമായ കൃപയാൽ അങ്ങടികളെ എത്രത്തോളം അത്ഭുതമായ വഴിതനത്തിയ മഹാസ്നേഹത്തിനായ നമ്മുടെ സ്തോത്രം. ഞങ്ങളുടെ പ്രദേശത്ത് വന്ന് താമസിച്ച കാലം മുതൽ കാലമായി ഇപ്പോൾ വരെയും അങ്ങനെ നിലപ്പിച്ചുകൊണ്ട് നല്ല വിധമായ അനുഗ്രഹങ്ങൾ നമ്മൾ കാഴ്ചവെക്കും. ജയ കത്തിക്ക് പ്രദേശത്തിലേക്ക് ഞങ്ങളുടെ സൗകര്യമൊക്കെ ജീവിതത്തിനാൽ ഞങ്ങളെ പുതുക്കുകയും മതപ്പെടുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ തക്ക സമയത്ത് തങ്ങളുടെ സന്നിധിയിലേക്ക് വിളിക്കാൻ തോന്നിയല്ലോ. ലോകപ്രകാരം ഒരുപാട് ദുഃഖമാണ് എങ്കിലും നിങ്ങളേറെ പ്രത്യാശയോടെ പ്രിയദാസിയുടെ ശരീരത്തെ നല്ലൊരു യാത്രയപ്പ് നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന എന്തെങ്കിലും ഓരോരുത്തരി അങ്ങനെ ദിവ്യമായ ആശ്വാസങ്ങളാണ്. പ്രത്യേകിച്ച് ഭൗതിക ശരീരം ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായി ബാക്കിയുള്ള സൃഷ്ടിക്കാട് പ്രാർത്ഥനകളെ കൊടുക്കുന്നു. നിങ്ങളുടെ കൃപ ഞങ്ങളുടെ മേലോടൊന്ന് പകരണമേ. മകൾ കാലം അത്രയും പാർത്ത ഈ ഭവനിൽ നിന്ന് ഒക്കെയും ഈ ദർശനം യാത്ര പറയുമ്പോൾ ഞങ്ങളുടെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആശ്വാസങ്ങളാൽ നിറക്കണമേ, അനുഗ്രഹിക്കണമേ, മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദൈവയുടെ കിടക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സകല പ്രത്യാശയുടെ സമാധാനത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാണ് യഥാർത്ഥമായ സമാധാനം നൽകുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ദാസി ഈ ഭവനത്തിൽ നിർവഹിച്ച അതുല്യമായ ശുശ്രൂഷ ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹം പകരുന്ന കർത്താവേ, ആ വലിയ സാന്നിധ്യം
പ്രിയദാസിയുടെ കുടുംബാംഗം ലഭ്യമായതോ ഈ ദേശത്തിന് വലിയൊരു അനുഗ്രഹമായ നിശബ്ദമായ ശുശ്രൂഷ, സ്നേഹത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ ദാസിയൊക്കെ അവിടുന്ന് അവസരം നൽകിയ 65 വർഷക്കാലം മാത്രമാണ് ഇപ്പം ജീവിച്ചെങ്കിലും ഒരു മനുഷ്യാഴ്ചകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും, അത് മുഴുവൻ നിവർത്തിക്കുവാനായിട്ട് കർത്താവ് പ്രിയമകൾക്ക് അവസരം നൽകിയല്ലോ. നല്ലൊരു ഒരുക്കത്തോടുകൂടെ ഈ ഭൂമിയിൽ ഈ ഭവനത്തിൽ ജീവിപ്പാൻ, ഭവനത്തിൻ്റെ നാഥയായി, നായികയായി ഒക്കെ, മാതാവായി ഒക്കെ പ്രവർത്തിച്ചു. കർത്താവെ, ഞങ്ങൾ പ്രിയ ദാസിക്ക് ഒരു അനുഗ്രഹമായ യാത്രയിൽ നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിന്റെ കല്ലറയെങ്കിൽ കണ്ണീർ വാർത്തവനായ കർത്താവ് ഞങ്ങളോടുള്ളതിനായി സ്തോത്രം. അഭിനന്ദ തിരുവേനിയും അച്ഛമ്മയും മറ്റ് എല്ലാ സഹോദര ഭവനങ്ങളെയും പ്രാർത്ഥി എല്ലാ പ്രിയപ്പെട്ട കാഴ്ചത്തോട്ടം പ്രത്യാശയോടുകൂടെ ഈ ദാസ യാത്രയേക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. മഹത്വം അംഗീകരിക്കുന്ന യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഒരുപടികൾക്ക് മാറാകട്ടെ. ഞാൻ ഒന്നും പറയട്ടെ. ഈ കട്ടിങ് പ്രദേശത്ത് പ്രത്യേകിച്ച് ചെലച്ചൂട്ടിൽ ഞങ്ങൾ വന്ന് താമസം തുടങ്ങിയ അന്ന് മുതൽ പ്രത്യേകിച്ച് കട്ടിങ് ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ ഞങ്ങൾക്കിവിടെ എല്ലാ പ്രിയപ്പെട്ടവരുമായിട്ടുണ്ട്, ജനങ്ങളുമായിട്ടുണ്ട്. ചേച്ചി ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ പ്രദേശവുമായി അടുത്ത് ഇടപെടുക ഒരു അർത്ഥങ്ങളാണ്. ഞങ്ങളൊക്കെ വല്ലപ്പോഴും വരികയും പോവുകയും ചെയ്തത് മാത്രമല്ല, എന്നാൽ ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നതും ചേച്ചിയാവുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുമായിട്ടും ഉള്ള പരിചയവും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പൊതുപ്രവർത്തനമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചേച്ചിയുടെ ഒരു പരിമിതമായ സുഹൃത്ത് ബന്ധങ്ങൾ ഈ കട്ടിങ് പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അവരെ ചേച്ചിയെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇടപെടുകയും എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. അത് ഞാൻ സമയത്ത് ഓർക്കുന്നു. ഒരു യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളറിയുന്ന പ്രിയപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരാണ് എല്ലാവരും ഓടി വരികയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയോട് ഈ ദേശം കാണിച്ച പ്രിയപ്പെട്ടവർ കാണിച്ച എല്ലാവിധമായ സ്നേഹത്തിനും നൽകിയ എല്ലാ കൈത്താങ്ങലും പ്രത്യേകിച്ച് ഈ കട്ടിങ് പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളോടും പ്രിയപ്പെട്ടവരോടുള്ള അതിൽ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് ബോഡി കൊണ്ടുപോവുകയാണ്. ദേവാലയത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം സെമിത്തേരിയിലെ കുടുംബ കല്ലറയിലെ സംസ്കാരം നിർവഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യാശയോടെ യാത്രയെ കാണണമെന്നും നമുക്ക് ദൈവം ഇടയാക്കട്ടെ. വലിയ നാളുകൾ രോഗമായിട്ട് കിടന്നില്ല, വളരെ ചുരുക്കം സമയം മാത്രം, ഒരാഴ്ച എന്ന് നാം പറയാം.
ആ സമയത്തൊക്കെയും ഇവിടുന്ന് പ്രിയപ്പെട്ടവരാണ് എല്ലാവരുമാണ് കൊണ്ടുപോയത്. ഞാൻ തോന്നുന്നു ചേച്ചിയും അളീനും അവരൊക്കെയാണ് ഈ പ്രദേശങ്ങളിലെ എല്ലാവരുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ഉള്ളത്. അതെല്ലാം ഞാൻ ഓർക്കുന്നു. നിങ്ങൾ കാണിച്ചല്ല സ്നേഹത്തിനും കരുതലിനും സൗഹാർദ്ദത്തിന് ഞാൻ പ്രത്യേകിച്ച് എന്ന് പറയുകയാണ്. ഇവിടുത്തെ ശുശ്രൂഷ ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇവിടുന്ന് ഈ പ്രദേശത്തുള്ളവരും ചലച്ചിത്ര പ്രദേശവും മറ്റു പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ കടന്നു വന്നു. തിരുവള്ള ജലവകുപ്പ് മന്ത്രി വിശേഷ ശാസ്ത്രം മറ്റ് ജനപ്രതിനിധികൾ വന്നു, പ്രിയപ്പെട്ടവർ വന്നു, സഭയിലെ വിവിധങ്ങളായ ചുമതലകൾ വഹിക്കുന്ന ആളുകൾ വന്നു. ഇന്നലെ രാത്രിയൊക്കെ ധാരാളം ആളുകൾ ഉണ്ടായി. നൽകിയ എല്ലാ സ്നേഹത്തിനും ആദ്യം പ്രത്യേകിച്ച് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഏറെ പ്രത്യാശയോടെ പ്രിയ ചേച്ചിയെ യാത്ര അയക്കാം. ആലീസിൽ നിന്നും ആലി ചേച്ചിയിൽ നിന്നും ആലിയിൽ നിന്നും ഒക്കെയും വിളിച്ച പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി യാത്ര പറയുകയാണ്. ഇത് നമ്മളെല്ലാവരും ആഗ്രഹമായ ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. അതിൻ്റെ അച്ഛന്മാരും വന്നിട്ടുണ്ട്. ശുശ്രൂഷകൾ അവരെ നൽകുകയും ചെയ്യും. ഒരു പ്രിയദാസിയാണ് നമ്മൾ യാത്രയാക്കുന്നത്. ഇവിടെ വന്ന താമസിച്ച കാലം മുതൽ ആദ്യം ഈ പ്ലോട്ട് ഞാൻ ഇന്നലെയാണ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഫ്രാങ്ക്ലിൻ എന്നോട് വിശദമായ വിവരങ്ങളൊക്കെ തിരുമേനിയുടെ അങ്ങനെ ഫ്രാങ്ക്ലിൻ എന്നോട് ചരിത്രമൊക്കെ എന്നോട് പറയുകയായിരുന്നു. ഇവിടെ പ്ലോട്ട് ലഭിച്ചപ്പോൾ ആദ്യത്തെ പ്ലോട്ടാണ് ഈ വരിക്കാണെങ്കിൽ ഈ പ്ലോട്ട് ലഭിച്ചത്. അന്ന് തിരുമേനിയുടെ അപ്പച്ചനും ഒക്കെ കുളമാവിന്റെ പ്രദേശത്തുള്ള വരുമ്പോൾ അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി ഇരിക്കുകയായിരുന്നു. ആക്സിഡന്റിന്റെ പ്രയാസം, അപകടം പറ്റി ക്ഷീണിതനായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും വലിയ ആഗ്രഹമായിരുന്നു, കർത്താവേ നല്ലൊരു സ്ഥലം, വെള്ളമുള്ള സ്ഥലം കിട്ടണമേ എന്നുള്ള വലിയ ആഗ്രഹം. അവർ വളരെ തീവ്രമായി പ്രാർത്ഥിച്ചു. പ്ലോട്ട് വീണപ്പോൾ ദൈവം അത്ഭുതമായിട്ട് ഈ നല്ല ദേശം, കനാൻ ദേശം പോലുള്ള വെള്ളം നിറഞ്ഞ വളരെ ഈ ചലച്ചോടിന്റെ ഏറ്റവും നല്ലൊരു പ്രദേശമാണ് ഈ കട്ടിങ്ങിലെ പ്രദേശം. വെള്ളം ഏറ്റവും കൂടുതലുള്ളതും ഇവിടുന്നൊക്കെയാണ് പലരും ടൗണിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ദേശം ലഭിച്ചു. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചു. പ്രിയ ആന്റിയെ നോക്കുന്ന പോലെ തന്നെയാണ് കവിയൻ തിരുമേനിയുടെ അമ്മച്ചിയെ നോക്കുന്നത്. ഇവര് ഏകദേശം ഒരേ ഷേപ്പാണ്. അമ്മച്ചി വളരെ, അപ്പച്ചനും അമ്മച്ചിയും വളരെ സഭയെ സ്നേഹിക്കുന്ന, എനിക്ക് വളരെ ഇന്നലെ എന്നെ പ്രചോദിപ്പിച്ചൊരു കാര്യമാണ്. അപ്പച്ചൻ ഇവിടെ വന്ന് വളരെ
കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയുടെയൊക്കെ അധ്വാനം സഭയിലേക്ക് ഒരു എപ്പിസ്കോപ്പൽ ചെയർ അപ്പച്ചൻ പണിത് കൊടുത്താണ്. ഇന്നലെ ഞാനത് വളരെ കൺഫർമേഷൻ ഓഫീസറിൽ എടുക്കാനായിട്ട് നോക്കിയിട്ട് എനിക്ക് എന്നെ കൊണ്ട് തന്നെ സാധിച്ചില്ല. ഞാൻ വേറെ ആളുടെ സഹായം കൂടെ തേടിയാണ്. ആ എപ്പിസ്കോപ്പൽ ചെയർ പണിത് ദേവാലയത്തിൽ കൊടുത്തു. ആ ചെയറിൽ ദൈവം അഭിവൃദ്ധി തിരുമേനി എഴുതി എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നമ്മൾ നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ സ്നേഹസമ്പന്നരായ വളരെ സാധുക്കളായ സൗമ്യരായ പിന്നെ തിരുവനന്തപുരത്ത് സൗമ്യരായിരിക്കുന്നതിന് പ്രധാന കാരണം അമ്മച്ചിയുടെ ആ വലിയ സൗമ്യതയും ദൈവാശ്രയവും ഒക്കെയാണ് ഈ പ്രദേശത്ത് വന്ന് ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം, ഈ ഒരു ഭവനത്തിന്റെ ചരിത്രങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ ത്യാഗപൂർവ്വം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഓർപ്പിച്ച പോലെ ഈ ആന്റിയുടെ കൈയാണ് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പരിവർത്തിതമായ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ. തഴമ്പിന് മുകളിൽ തഴമ്പുള്ള കരങ്ങൾ, എപ്പോഴും പ്രിയമാശാനുമായിട്ട് ചേർന്ന് എപ്പോഴും കൃഷിയിടങ്ങളാണ്. ഞാനിവിടെ തലവട്ടങ്ങളുണ്ട്, ഉടനെ എവിടെയാണെങ്കിലും ഓടി ആന്റി വരും. ഇവിടെ വരും, ആ വീട് തുറക്കും, ഈ വീട് തുറക്കും. വലിയൊരു സ്വീകരണമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആന്റിയിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ധാരാളം ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ തിന്ന് തൃപ്തരാകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു മാന്യവരുതിയാണ്. ഷെയർ ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല. ഏത് കാര്യത്തിനും വന്നാലും ഇവിടെയുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്ത് നമുക്ക് വയറ് നിറഞ്ഞ് വന്നവരാണെങ്കിൽ അവരെയും ഊട്ടി സ്നേഹത്തോടെ പറഞ്ഞയക്കുന്ന ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും ആന്റിയെ കുറിച്ച് ആർക്കും എല്ലാവർക്കും ഇവിടെയുള്ള സീസായ സമൂഹം മാത്രമല്ല ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ആന്റിയായിരുന്നു. മാതാവും സഹോദരിയും കൂട്ടുകാരിയും ഒക്കെ വലിയ അതുല്യമായ സേവനമാണ് ചെയ്തത്. തിരുമയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഇവർ ഒരുമിച്ച് താമസിച്ച ഒരു കാലഘട്ടമുണ്ട്. കാരണം ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു, അത് ഒരു ഉരുൾപൊട്ടൽ പോലെ പ്രയാസമുണ്ടായി വീട് പോയി കഴിഞ്ഞപ്പോൾ അഭിയുടെ തിരുമേനിയുടെ ഇപ്പോഴത്തെ വീട്ടിൽ വർഷങ്ങൾ നീണ്ട ഒരുമിച്ച് താമസിച്ചു. കുഞ്ഞുങ്ങളുടെ മോൾഡിങ്ങിൽ വലിയൊരു ഉത്തരവാദിത്വം ആന്റി നിർവഹിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെയും ഫസ്മയും ഒക്കെ അവർ വളരെ ചെറുപ്പത്തിലൊക്കെ ആന്റിയുടെ കൂടെ വളർന്നു വന്ന് ആ ഒരു വലിയ മോൾഡിങ് രൂപാന്തരം ആന്റിയിൽ നിന്ന് ലഭിച്ചു എന്ന് ഫ്രാങ്ക്ലിനോട് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പ്രിയമുള്ളവരെ, അങ്ങനെ എന്തുകൊണ്ട് വളരെ അർത്ഥവത്തായ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ആന്റി നമ്മോട് യാത്ര പറയുന്നത്. ഒരു മനുഷ്യ ആയുസ്സിൽ എന്തെല്ലാം ശുശ്രൂഷകൾ ആന്റിക്ക് ചെയ്യാൻ സാധിക്കുമോ, സഭയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇവിടെയുള്ള സമൂഹവുമായിട്ടുള്ള ബന്ധത്തിലായാലും ഈ ഭവനത്തിന് മാത്രം ഒരു മാതാവായിരുന്നില്ല. അടുത്തുള്ള ഭവനങ്ങളൊക്കെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി ആശ്വാസവും സാന്ത്വനവും ഒക്കെ പകർന്ന് അടുത്ത് തന്നെ ഭരിക്കാനുള്ള കുടുംബമുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുമൊക്കെ ധാരാളം ചേർത്ത ഭവനങ്ങൾ, അല്ലാത്ത ഭവനങ്ങളുണ്ട്. എവിടെയെല്ലാം ഒരു പ്രയാസമുണ്ട് അവിടെയെല്ലാം എത്തുകയും സ്നേഹം പകരുകയും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കുമോ അതെല്ലാം നിർവഹിച്ചതായ ഒരു മാന്യവരുതിയാണ് നമ്മൾ യാത്രയാക്കുന്നത്. വലിയൊരു പ്രൊഫഷണൽ ആൻഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എത്രയൊക്കെ ആയുസ്സിലായിരുന്നപ്പോൾ കണ്ടപ്പോഴും ഒരു പ്രയാസമില്ല, വളരെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഇതിനെ ഏത് പ്രതിസന്ധിയും നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം അമ്മച്ചിയിൽ നിന്നും അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അവയുടെ തിരുവേനിക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ ആന്റിയാണല്ലോ സഹോദരിമാരിൽ മൂത്ത സഹോദരി. ഇപ്പോൾ ആ അമ്മച്ചിക്ക് ശേഷം ഒരു വലിയ മാതാവിന്റെ ഉത്തരവാദിത്വം കുടുംബത്തിൽ നിർവഹിച്ച ശുശ്രൂഷ ചെയ്ത ഒരു ആന്റിയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ ആന്റി യാത്രയാക്കാം. ഇതൊരു താൽക്കാലികമായിട്ടൊരു യാത്ര പറച്ചത് മാത്രമാണ്. ഇപ്പോൾ ആന്റിയെ നമുക്ക് മുഖാമുഖം കാണാനായിട്ട് സാധിക്കും. കർത്താവിന്റെ മഹത്വത്തെ പ്രതീക്ഷയെങ്കിൽ ആ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോട് നമുക്ക് ആന്റിയെ യാത്രയാക്കാം. എല്ലാവരെയും പ്രാർത്ഥനാപരമായ സഹകരണം ഞാൻ വളരെ വലിയ പ്രാർത്ഥിക്കാം. പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന സ്വർഗ്ഗപിതാവേ, സകല ആശ്വാസത്തിന് ദൈവമേ, അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ജീവിപ്പാൻ ഞങ്ങൾ കൃപ തന്നതിനാൽ ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഇന്നലെ ഞങ്ങളോട് കടന്നുപോയ കടപ്രകടന പ്രിയ സഹോദരി ആത്മാവിനെ തിരുക്കരങ്ങൾ അവിടുന്ന് സ്വീകരിച്ചല്ലോ. കർത്താവെ, അവിടുന്ന് താമസിച്ചിരുന്ന ദൈവത്തിൻ്റെ മന്ദിരമായ ഈ ശരീരത്തെ നല്ലടക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു. ഈ ശുശ്രൂഷകളിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവിയുടെ ശുശ്രൂഷയിലും തുടർന്ന് ദൈവാത്മാവിന്റെ ശുശ്രൂഷയിലും ദൈവമേ നീ വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. സാമതയോടും സമാധാനത്തോടും പ്രത്യാശയോടും ഈ ശുശ്രൂഷ നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. വേറുപാടിൻ്റെ ദുഃഖത്തിരിക്കുന്ന മക്കൾക്ക് ആശ്വാസവും സമാധാനം പകരണമേ. സകലവും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാശമില്ലാത്തവകാശവും യേശുവേ ഭാഗ്യസന്നിധിയോ നീതിയെ വാടമോ പ്രിയതോ നിന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മറവില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. യഹോവേ, നിന്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിൽ നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവകൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. നേരത്തേക്കുള്ള ഞങ്ങൾ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിന് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം അർത്ഥമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ നിശ്ചയിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അങ്ങയുടെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ അതിശയമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മകത്തോടെ പുനരുദ്ധാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന ഞങ്ങളുടെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ അങ്ങാകുന്നു, ഞങ്ങളെ നവയെടുക്കുന്നവനും അങ്ങാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മറ്റുള്ളവർക്ക് മാനമായി പ്രാർത്ഥിക്കാം. തിരുവനയും കൊച്ചുമേ കുഞ്ഞുങ്ങളെയും സഹോദരിയുടെ എല്ലാ സഹോദരിമാരെയും കുടുംബാംഗങ്ങളെയും മറ്റു പ്രിയപ്പെട്ടവരെയും ഭരിക്കാമെങ്കിൽ ചുവങ്ങാപ്പാറയിൽ കുടുംബാംഗങ്ങളെയും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഒരു നിമിഷങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സകല ആശ്വാസത്തെയും സമാധാനത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് എല്ലാവർക്കും സമാധാനവും ആശ്വാസവും നൽകുവാനായിട്ട് ഒരു നിമിഷം മൗനമായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് മുമ്പായി കടന്നുപോയ ഞങ്ങളുടെ എല്ലാ മക്കളോടും അങ്ങേക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങളുടെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ ഞങ്ങളുടെ മുമ്പാകെ വിധിയിലും വിശുദ്ധിയിലും നടന്ന്
ത്യാഗപൂർവ്വം അങ്ങേ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരാൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യവും ശക്തിയും മഹത്വവും വിശ്വാസത്തോടെ കർത്താവിന്റെ ആസ്വാദം കൈക്കൊള്ളുവിൻ. കർത്താവ് ജീവനോടെ ഇരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനം വഹിക്കും. നമുക്കും തന്റെ സകലദാസന്മാർക്കും എന്ത് ജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ സമാപിക്കുകയാണ്. തൊഴിലിതായ മന്ദിരായ ശുശ്രൂഷയുടെ നന്ദി സ്നേഹത്തെ അറിയിക്കട്ടെ. കുടുംബാംഗങ്ങൾക്ക് ജീവനം നൽകി യാത്രയാക്കാവുന്നതാണ്. ഗായസം ഒരു ആശ്വാസഗാനം ആലപിക്കുന്നു. ഇനി ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മുമ്പോട്ട് വന്നാൽ അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. എല്ലാവരും മുമ്പോട്ട് കടന്നു വന്ന് ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ ഔദ്ദേശം ദർശിക്കാവുന്നതാണ്. വിലാപയാത്രയെക്കുറിച്ച് അറിയിക്കട്ടെ. വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ അല്പസമയം കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ വാഹനങ്ങളിൽ കയറിയിരിക്കുവാനുള്ള ഒരു വാഹനം കയറിയിരിക്കണമേ. പ്രധാന റോഡിലൂടെ പറഞ്ഞതുകൊണ്ട് റോഡിൽ ഒരു സൈഡിൽ ചേർന്നാണ് നമ്മൾ വിലാപയാത്രയായി ദേവാലയത്തിലേക്ക് പോകുന്നത്. എല്ലാവരെയും സഹകരണം ഞാൻ വളരെ വിനയപരിശ്രമം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും വിലാപയാത്രയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. കൈകളിൽ
അപ്പോഴും എൻ്റെ ദത്തിൻ്റെ ചക്രമോ മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ്റെ ദത്തിൻ്റെ ചക്രമോ മുമ്പോട്ടോടുന്നു. ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഉടനെ അറിയിക്കട്ടെ, ഇവിടെ കൂടി നിൽക്കാതെ നമുക്ക് ഉടനെ വിലാപയാത്രയായിട്ട് പോകണമല്ലോ. എല്ലാവരും വാഹനങ്ങളൊക്കെ കയറിയിരിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കാൻ സാധിക്കും. എല്ലാവരുടെ സ്ഥലനാപത്തിയാണ്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ പിരിയിലേക്കാകും, പിന്നെ വാഹനം കയറാൻ സമയമെടുക്കും. അതുമായിട്ട് എല്ലാവരും വാഹനമുള്ളവരൊക്കെ അല്ലെങ്കിൽ നടന്ന് മെയിൻ റോഡിലേക്ക് പോകാനാണെങ്കിൽ അതുമായിട്ട് നമ്മൾ പോകാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിക്കുന്നതിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ഇഹലോകത്തിലേക്ക് നാമം കൊണ്ടുപോകുന്നില്ല. ഇവിടെ യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്ന അശ്വതയോ സങ്കടമോ ഉഗ്രമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ നാമോ നമ്മെ സ്നേഹിച്ചവൻ കാവലൻ ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അവർക്ക് ആശ്വാസം ലഭിക്കും. സ്നേഹമുള്ളതാവേ, എല്ലാ ദുഃഖത്തിനെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുമിശിഹായുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്നവരെയും വിശേഷാൽ ഈ പ്രിയ സഹോദരിയുടെ വേർപാടിൽ ദുഃഖത്തിലായ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്നേഹകരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങൾ അവർക്ക് അന്ന് നൽകണമേ. അങ്ങനെ മഹത്വമുള്ളതായ പുനരുത്ഥാനത്താലും പ്രത്യാശയും സന്തോഷവും സമാധാനം ഏവർക്കും ദാനം ചെയ്ത ഞങ്ങളുടെ ശാപകർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നമ്മെല്ലാവരോടും വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോടും നീ ഞങ്ങളെ അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് അവരോടുള്ള കൂട്ടായ്മയിൽ നിൽപ്പാനും ഞങ്ങളുടെ സ്വന്തരാജ്യത്തിൽ അവരുടെ സന്തോഷത്തിന് പങ്കാളികളായി തീരുവാനും യേശുമിശിഹാ മൂലം കൃപ നൽകണമേ. ഞങ്ങളുടെ രഹസ്യമാകുകളെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന് പ്രയാസം ദുഃഖവും അത്രേ. അത് വേഗത്തിലും ഞങ്ങൾ പലപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാതെ വേണം. നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ വേണം. ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ പ്രവേശിക്കണമേ. മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സദാവ് തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ ദേവങ്ങൾ തൃപ്തരാക്കണമേ. എന്നാൽ നിങ്ങളുടെ ആശ്വാസമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ള ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളമെല്ലാം ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാണിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാണിന്റെയും ദാനം എന്ന പ്രാർത്ഥിച്ചതിൽ ആർന്നുകൊണ്ടിരുന്നു. സകല
ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ തവണ വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, വെള്ളം ധരിച്ചിരിക്കുന്ന യുവറാം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അവരുടെ ആലയത്തിന്റെ രാപ്പകൽ അവരെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ അഭിനന്ദനായിരിക്കുന്ന ഫ്രാൻസിസ് തിരുമേനി കൊച്ചമ്മ, അഭിനന്ദനായിരിക്കുന്ന കെ ജി തിരുമേനി, ബെറ്റി കൊച്ചമ്മ, മഹാരയുടെ ട്രഷറർ പി സി മാർക്കറ്റിയച്ചൻ, മഹാരയുടെ രജിസ്ട്രാറായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോയി മാസ, പ്രശസ്തരായ ബഹുമാനരായ മതിരായ വൈദ്യ ശ്രേഷ്ഠരെ, ബഹുമാനരായ ശുശ്രൂഷന്മാരെ, രാഷ്ട്രീയ സാമൂഹിക അതുപോലെ നമ്മുടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാർ, മറ്റ് വിവിധ രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന പ്രിയ ആന്റിയുടെ വേർപാടിൽ പ്രിയ ആന്റിക്ക് അർത്ഥവത്തായ യാത്രയിൽ നൽകുവാനായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട ബഹുമാനീയമായ പ്രിയമുള്ളവരെ, കൊച്ചുവേങ്ങാപ്പാറയിൽ ആലീസ് ജോർജ് എന്ന് പറയുന്ന ഈ ധീരവരതയെ കുറിച്ച് ചില കാര്യങ്ങൾ ആമുഖമായി പറയുവാനായിട്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ആശ്വാസവചനം പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചേർച്ചോടിന്റെ ചരിത്രം എന്ന് പറയുന്നത് കുടിയേറ്റത്തിന്റെ ചരിത്രമാണ്. ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് കുളമാവിലെ പ്രാന്തപ്രദേശങ്ങളിൽ വളരെ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ അവിടെ നിന്ന് ഡാം പണിയാനായി കുടിയൊഴിപ്പിച്ച് ഈ ചേലച്ചോട്, അന്ന് നിബിഡമനമായിരുന്ന ചേലച്ചോട് ഇവിടെ വെട്ടിത്തെളിച്ച് പ്ലോട്ടുകളായി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുളമാവിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ടൗണായിട്ടൊക്കെ ജീവിച്ചിരുന്ന ദേവാലയം, സ്കൂളും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചതാണ് ചേലച്ചുവടിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ചേലച്ചുവടിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ത്യാഗനിർഭരമായ, ത്യാഗോജ്വലമായ സേവനം ചെയ്ത കുറെ മനുഷ്യ വ്യക്തിത്വങ്ങളുടെ ചരിത്രമാണ് ചേലച്ചുവടിന്റെ ചരിത്രം എന്ന് പറയുന്നത്. കുടുംബത്തിൽ ഈ പ്രിയ ആന്റിയുടെ അപ്പച്ചൻ ആദ്യത്തെ പ്ലോട്ട് ഇവിടെ ലഭിച്ചതായ ബാല്യരേഖമാരും ആദ്യത്തെ പ്ലോട്ട് അത് ലഭിക്കാനായിട്ട് അതിൻ്റെ പേരിൽ ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ഗോവാനോട് താമസിക്കുന്ന സ്ഥലം ചേലച്ചുവടിന്റെ കനാദേശമാണ്. ഏറ്റവും നല്ല വെള്ളവും ഫലപുഷ്ടമായ മണ്ണും താഴ്വരയും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ തിരുമേനിയൊക്കെ താമസിക്കുന്ന, ഈ ആന്റി താമസിക്കുന്ന കട്ടി എന്ന് പറയുന്ന പ്രദേശം. മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത്, ആന്റിയും അഭിനന്ദ തിരുമേനിയുടെ മാതാവിനെ കണ്ടാൽ ഒരേ ഷേപ്പാണ് എന്നാണ് സഭാജനങ്ങൾ പറയുന്നത്. മാതാവിന്റെ അതേ സൗന്ദര്യം, പ്രാർത്ഥനാ ജീവിതവും സ്നേഹ നിർഭരമായ ജീവിതവും ഉള്ളതെല്ലാം പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ്. ഒരു എക്സാമ്പിൾ മാത്രം പറയട്ടെ. ഈ സഭയിൽ ഇന്നാണ് ഈ സമയത്ത് വിപുലമായ വളരെ ചെറിയ തുടക്കമാണ് ഈ സഭയ്ക്ക് ഉണ്ടായത്. ഈ സഭയിൽ അഭിനന്ദ തിരുമേനിയുടെ അപ്പച്ചൻ മാമച്ചൻ്റെ പ്രാർത്ഥനാപൂർവ്വം ഒരു എപ്പിസ്കോപ്പൽ ചെയർ പണിതിട്ടുണ്ട്. ഇന്നലെ കൺഫർമേഷൻ സർവീസിൽ ആ ചെയർ ഞാൻ തന്നെ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് സാധിച്ചില്ല. അന്നത്തെ വളരെ അവരുടെ സഭയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഭാഗമായി, പ്രാർത്ഥനയുടെ ഭാഗമായി ആ എപ്പിസ്കോപ്പൽ ചെയറിൽ ദൈവത്തിന്റെ വലിയ കൃപയായി പിതാവും മാതാവുകളുടെ പ്രാർത്ഥനയോടുകൂടെ ആ ചെയർ ഈ സഭയ്ക്ക് നൽകിയതാണ്. ആ ചെയറിൽ അഭിനന്ദ ഫ്രാൻസിസ് തിരുമേനിയെ ദൈവം ഇരുത്തുവാനായിട്ട് ദൈവം വിശ്വസ്തനായിട്ട് ഹല്ലേലൂയ.
ലിസ്റ്റ് വായിക്കുന്നതനുസരിച്ച് ദയവായി ഒട്ടും സമയങ്ങളാതെ മുൻപോട്ട് വന്ന് പുഷ്പചക്രം അർപ്പിക്കുവാനായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ CSI ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ സഭാംഗങ്ങൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്. പാലക്കാട് ജോണിയസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ക്രൈസ്റ്റ് കത്തീഡ്രൽ മേലുകാവ് ചേലച്ചോട് ശ്രേയസഖ്യാംഗങ്ങൾ മുൻപോട്ട് വന്ന് പുഷ്പചക്രം അർപ്പിക്കുന്നു. ചേലച്ചോട് ശ്രേയസഖ്യാംഗങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് കഞ്ഞിക്കുഴിയാണ്. പ്ലീസ് തയ്യാറായിരിക്കുക. ക്രൈസ്റ്റ് ചർച്ച് കഞ്ഞിക്കുഴി ഇടപെടുക. ക്രൈസ്റ്റ് ചർച്ച് കഞ്ഞിക്കുഴി. മഹാടക മിഷൻ ബോർഡ് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിന് അടുത്തതായ ശേഷം വാളകം സഭയുടെ പുഷ്പചക്രം ആദരാഞ്ജലി അർപ്പിക്കുന്നതായിരിക്കും. വാളകം സഭ. വാളകം ഉപദ്രവിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഈ മാതാവിൻ്റെ മകൾ ജാൻറോസ് വാളകം ഇടവക അംഗമായിരുന്നു. കലനായ ഇടവ തൊണ്ടകളിൽ സഭാംഗമാണ്. ദർശനം ഞാൻ അവർ വളരെ നാളുകളത്തെ സ്നേഹബന്ധമുണ്ട്. DP സേവനം ചെയ്യുന്നത് കൊണ്ട് സ്കൂൾ സംബന്ധമായ പല കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ മാതാവിനെ കുറിച്ചും ഭവനത്തിൽ 96 കാലയളവിലൊക്കെ സന്ദർശിക്കുകയും കുറേ സ്നേഹവും ആദരവും ഒക്കെ അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. വാളകം ഇടവയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ട്. വരികാനി കുടുംബത്തിനും അതുപോലെ വേങ്ങപ്പാറ കുടുംബത്തിനും സർവശക്തനായ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വാളകം ഇടവകയുടെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. CSI Church നെടുങ്കണ്ടം. സെന്റ് ജോൺ CSI Church നെടുങ്കണ്ടം. അടുത്തതായിട്ട് ചേലച്ചോട് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്. ചേലച്ചോട് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ. അതിനുശേഷം അരീത്തടത്തിൽ കുടുംബയോഗമാണ്. അടുത്തതായിട്ട് അരീത്തടത്തിൽ കുടുംബയോഗം. അതിനുശേഷം മാസ് സംസ്ഥാന കമ്മിറ്റിയാണ് കുടുംബയോഗം. മാസ് സംസ്ഥാന കമ്മിറ്റി.
ഇത്തരത്തിൽ പ്രതിയോഗം. അതിനുശേഷം മാസ് ഡേ സംസ്ഥാന കമ്മിറ്റിയാണ്. അതിനുശേഷം ലിയോണ ശ്രീ വനിതാ സംഘം ചേർച്ചവർ. ലിയോണ എസ് ടി വനിതാ സംഘം ചാലച്ചോട്. അതിനുശേഷം വോളിബോൾ ക്ലബ് ചാലച്ചോടാണ്. ചേലച്ചോട് സഭാ ജില്ലാ ശ്രീസഖ്യം. ചേലച്ചോട് സഭാ ജില്ലാ ശ്രീസഖ്യം. അടുത്തതായിട്ട് മഹാടവ സോഷ്യൽ ബോർഡ്. മഹാടവ സോഷ്യൽ ബോർഡിന് ശേഷം മഹാടവ സ്നേഹസഖ്യം, മഹാടവ സ്ത്രീജന സഖ്യം. ഇതാണ് മഹാടവ സ്നേഹസഖ്യ ഭാഗമായി. സ്നേഹവും ബഹുമാനമുള്ള ഒക്കെ തിരുമേനിമാർ, ശ്രേഷ്ഠ വൈദികർ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേർപാട് നമ്മൾക്ക് എന്നും ദുഃഖം നൽകുന്നതാണ്. എങ്കിലും നമ്മൾ കേട്ടതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിനും സഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനും ഒരു മാതൃകാ ജീവിതം നയിച്ച് 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് എൻ്റെ ആയുസിൻ്റെ ഈ സമയം വരെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒരു അധ്വാനിയായിട്ട് തൻ്റെ ജീവിതം, ശ്രേഷ്ഠമായ ജീവിതം കാഴ്ചവെച്ച് നിത്യഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആളുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടാരമായ ഭൗമഭവനം കഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആ സ്വർഗീയ ഭവനത്തിലേക്ക് ഈ ആൻറ്റി ചേർക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾക്ക് യഥാർത്ഥമായി വിശ്വസിക്കാം. എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായി ജീവിച്ച ആൻറ്റിയുടെ ജീവിതത്തെ വീണ്ടും സ്തോത്രത്തോടെ ഓർക്കുന്നു. കൊച്ചുമേലിൽ നിന്ന് കേട്ടതായ വാക്കുകൾ ഒരു മാതാവിനെ പോലെ, ഒരു സഹോദരിയെ പോലെ വരുന്നവരെ കരുതുവാനും ശുശ്രൂഷിക്കുവാനും എല്ലാം താല്പര്യമായിരുന്ന ആൻറ്റിയാണ് ആൻറ്റി. ആൻറ്റിയുടെ ജീവിതത്തെ ഓർക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപിതാവിനെയും മക്കളെയും കൊച്ചുമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാടവ സ്നേഹസഖ്യത്തിൻ്റെതായ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ആദരാഞ്ജലിയോട് അർപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നടുവിലെ പരിക്കൽ കുടുംബയോഗങ്ങളാണ്. നടുവിലെ പരിക്കൽ കുടുംബയോഗം.
സെബാസ്റ്റ്യനെയും കൊച്ചമ്മ കുടുംബാംഗങ്ങളെ, അഭിമന്യ കെ ജി ദാനത്തിനെയും കൊച്ചമ്മ, മഹാദേവ ഓഫീസേഴ്സ്, സ്നേഹം ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠ സഭാ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. സദൃശവാക്യം 31-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ മൂത്തുകളിൽ വരും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. 28-ാം വാക്യം. അവളുടെ മക്കളെ എഴുന്നേറ്റവളെ ഭാഗ്യവതിയും കൊടുക്കുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. പ്രിയ ആര്യസാനിയുടെ 65 വർഷത്തെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അഭിമന്യ തിരുമേനി പെരിക്കാനിക്കൽ കുടുംബം, നടുവിലെ പെരിക്കൽ കുടുംബത്തിൻ്റെ മർക്കോസ് ഫിലിപ്പിൻ്റെ 7 മക്കളിൽ പെട്ട ആ പിതാക്കന്മാരിൽ ഒരു സഹോദരി, അല്ലെങ്കിൽ ആ 7 മക്കളിൽപ്പെട്ട ഒരു മകൾ വരിക്കാനിക്കൽ പ്രിയ പിതാവ് വിവാഹം കഴിച്ചു. അതിൻ്റെ തലമുറയിൽപ്പെട്ട കുടുംബാംഗമാണ് ഈ പ്രിയ ആൻറ്റി. അഭിമന്യ തിരുമേനി നടുവിലെ പെരിക്കൽ കുടുംബത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് ഈ നേതൃത്വം നൽകുന്നു. പ്രിയ മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും സ്നേഹമുള്ള ജോസിൻ്റെ അച്ഛൻ വളരെ വ്യക്തമായി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പ്രിയ മാതാവിൻ്റെ ജീവിതം ഭാഗ്യമുള്ളതായിരുന്നു. കുടുംബാംഗങ്ങൾ ഒരു മുമ്പോട്ട് കടന്നു വരണമെന്ന് ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ അടുമല സഭയുടെ എല്ലാവിധമായ അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് വിശ്വാണി കുടുംബത്തിന് വേണ്ടി പ്രതിഷ്ഠ ബഹുമാനപ്പെട്ട ജസ്റ്റി മണിയച്ചൻ, ചലച്ചോട് സഭയുടെ മുൻ വികാരിയാണ്. ജസ്റ്റി മണിയച്ചൻ മതി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ആരോഗ്യത്തിൽ വെളിപ്പാട് 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവ് ഭരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്നും വിശ്രമിക്കേണ്ടതാണ്. അവിടെ പ്രവൃത്തി അവരെ പിന്തുടരും എന്ന് ആത്മാവ്. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാണ്. അവിടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയും. സദൃശവാക്യം 31-30. വളരെ സ്നേഹത്തോട് ശുശ്രൂഷ പങ്കാളികളാണ്. അനേക കാര്യം പറഞ്ഞിട്ടുണ്ട്, വേറെ സമയം നോക്കുന്നില്ല. ഞങ്ങൾക്ക് ശുശ്രൂഷ കാലത്ത് ഈ പ്രിയ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ കൂട്ടായ്മയ്ക്ക്, സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്ക് ലഭിച്ച ആ സേവനത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം ഇതാണ്. പ്രിയ ആലിസ്, ഞാൻ ചേച്ചിയെന്നും സഹോദരിയെന്നൊക്കെ വിളിച്ചിരുന്നു. പ്രിയ ആലിസ് സഹോദരി വരിക്കാനിക്കൽ കുടുംബത്തിൻ്റെയും കൊച്ചു വേഗപ്പാറ കുടുംബത്തിൻ്റെയും ഒരു സീഡായിരുന്നു. ആ കുടുംബത്തിൻ്റെ ഒരു വിത്താണ്. ആ വിത്ത് വീഴാതിരുന്നാൽ ഫലം കായ്ക്കില്ല. ആ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായി പ്രിയ സഹോദരിയെ ദൈവം തന്നു. ഇപ്പോൾ ആത്മാവ് ദൈവം ആശ്വാസം നൽകിയിരിക്കുന്നു. അതെ, കർത്താവിൽ വരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാ സേവനങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും പ്രാർത്ഥനയും അനുശോചനവും അച്ഛൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. രാജേഷ് ഫോട്ടോസ് അച്ഛൻ സഭയുടെ മുൻ വികാരിയാണല്ലോ.
കൊച്ചുമകലെ കുടുംബാംഗങ്ങളെ പരിഹാരങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സുഖത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലത്തും ഈ ഇടവകയുടെ ശുശ്രൂഷകാരിപ്പാൻ പിതാവ് സഹായിച്ചു. കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നേരിട്ട് അറിയുവാൻ അടുത്തറിയുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സഹായിച്ചു. പ്രിയാലി സന്ധ്യ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. എപ്പോഴും കണ്ടിരുന്നാലും നിറഞ്ഞ ചിരിയോടെ അല്ലാതെ ഒരിക്കലും പ്രിയാലി സന്ധ്യ കണ്ടിട്ടില്ല. വാടിയ മുഖം അവരുടെ ജീവിതത്തിലില്ല. തനിക്ക് രോഗമായിരുന്നാലും കുടുംബത്തിലെ ആവശ്യങ്ങളായിരുന്നാലും ഏതവസരത്തിലും നിറഞ്ഞ ചിരിയോടെ പ്രിയാലി എപ്പോഴും പ്രത്യക്ഷമാവുന്നത് നമുക്കും ഒരു പ്രചോദനമായിരുന്നു. സ്നേഹമാണ് ജീവിതമെന്ന് കാട്ടിത്തരുന്ന ഉദാത്തമായ മാതൃകയുള്ള സ്ത്രീത്വമായി അമ്മയായി സഹോദരിയായി എല്ലാം നമ്മോടുകൂടെയുണ്ട്. നിസ്വാർത്ഥമായ സഹായങ്ങളായിരുന്നു പ്രിയാന്റെ ജീവിതം. എന്ത് സഹായം എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ തയ്യാറുള്ളതായ ഒരു മാതാവ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മടി എന്നൊരു കാര്യം പ്രിയാന്റെ ജീവിതത്തിലില്ല. ഏത് കാര്യത്തിലും മടി കൂടാതെ ചെയ്യാനായിട്ടുള്ളതായ ഒരു താല്പര്യം. മടി പറയുമ്പോൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മടുപ്പ് എന്നൊരു വാക്കുകൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. തൻ്റെ ആരോഗ്യത്തെയോ സാഹചര്യങ്ങളെയോ മടുപ്പ് എന്ന വാക്കുകൊണ്ട് ഒരിക്കൽ പോലും അടയാളപ്പെടുത്താത്ത പ്രിയ മാതൃത്വം. എഴുതിയിരിക്കുന്ന ശ്രേഷ്ഠന്മാരെ മറ്റ് വലിയ സമാശംസകൾ. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ മോഹൻസായി വിവാഹം ചെയ്തത് വരിക്കാനിക്ക് കുടുംബത്തിനാണ്. പ്രിയാലി സജി ഓർക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നിർവടമായിട്ട് ഞങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് ഇരുന്ന ചേച്ചിയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പോഴും ഞങ്ങളുടെ അവധിക്കാലത്ത് ഞങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ആ വലിയ മച്ചി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദിനംതോറുമുള്ള പ്രാർത്ഥനയും ഏറ്റവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. വൈകുന്നേരമാണെങ്കിലും കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന വലിയ വൈകാതെ തന്നെ ചെയ്യുന്നൊരു സ്വഭാവം ഞാൻ കാണാറുണ്ട്. ആ വേളകളിലൊക്കെയും അനുസരിച്ച് മനസ്സായും വേറെ താമസിക്കുമ്പോൾ മിക്കവാറും അവധി കിട്ടുന്ന സമയത്ത് ഞാനും നിത്യ സന്ദർശകനായിരുന്ന ഭവനത്തിൽ ചേച്ചിയുടെ ഈ അവസരത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എനിക്ക് യഥാർത്ഥമായിട്ട് ഓർക്കുവാനുള്ളത് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗാനം അഭിപ്രായമാണ് പ്രിയ കൊയർ സഹോദരങ്ങൾ ആലപിക്കുമല്ലോ. കൂടെ പാർക്ക നേരം വൈകുന്നത് ഏറ്റവും മനോഹരമായി അത് പാടുവാനും മിക്കവാറും ദിവസങ്ങളിൽ അത് പാടും. അപ്പം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഹായ് സന്ധി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് കളിയാക്കി പറയും ഹായ് കൂടെ പാർക്ക. അത്ര മനോഹരമായിട്ട് അത്ര ദർശനമുള്ള ഒരു ചേച്ചിയായിരുന്നു. ഈ സമയത്ത് ഞാനത് പാടാൻ ആഗ്രഹിക്കുന്നു. കൂടെ പാർക്കാം നേരം വൈകും നീതാ പ്രത്യാശയുടെ തുറമുഖത്ത് അനുസരിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ കൊച്ചുവെന്ന പാരക്കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്നേഹവും ആദരവും ബഹുമാനവും സമർപ്പിച്ചുകൊണ്ട് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റിന്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു.
അടുത്തതായി ഈസ്റ്റ് കേരള മഹാളിയുടെ അനുശോചനം അറിയിക്കുവാനായിട്ടുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട PC മാത്യു DHനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഫ്രാൻസിസ് ത്രിവേദി, ഫ്രാൻസിസ് കൊച്ചുമ്മ, ഏറ്റവും ബഹുമാനമുള്ള ഡോക്ടർ KG ദാനിയേൽ ത്രിവേദി, ബെറ്റി കൊച്ചുമ്മ, ഈ വിശുദ്ധ ശുശ്രൂഷ സംബന്ധിക്കുന്ന ജില്ലാ ചെയർമാൻ, പ്രത്യേകിച്ച് ഇടവകയുടെ വികാരി, ചേർച്ചോട് ജില്ലയുടെ ചെയർമാനുമായിരുന്ന ജോസഫ് ചാക്കോച്ചൻ, മഹാനവയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സെക്രട്ടറിമാർ, വൈദികർ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന സ്നേഹമുള്ള ബോബിയും കുടുംബവും, വിവിധ കുടുംബവും, സഹധർമ്മണിയുടെ വേർപാടിൽ വേദനായിരിക്കുന്ന പ്രിയ മോഹൻചേട്ടൻ, സഹോദരിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന അഭിനയ ത്രിവേദി, കൊച്ചമ്മ, മക്കൾ, സ്നേഹമുള്ള ജോസഫ് സാർ, ജോലിയും കുടുംബാംഗങ്ങളും, മറ്റ് പ്രിയപ്പെട്ടവരെയും ശുദ്ധാശിശു സംബന്ധിക്കുന്ന ദൈവമക്കളെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ മഹായുടെ പേരിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ജയം പ്രത്യാശയോടെ വിശ്വാസത്തോടെ അംഗീകരിപ്പാനിടയാക്കി കർത്താവ്. അവൻ വീണ്ടും വരുന്നു. കർത്താവിന്റെ പുനരാഗമനത്തിൽ ഏറ്റവും സ്നേഹമുള്ള ആലിസ് ജോർജ് എന്ന ദൈവത്തിന്റെ മകൾ സ്വർഗീയമായ ശരീരം സ്വീകരിച്ച് നിത്യതയിൽ കർത്താവിനെ ആരാധിക്കുമെന്ന ആ വലിയ അനുഭവത്തെ വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വലിയ പ്രത്യാശയുടെ നമ്മളെ ഓർത്തുകൊണ്ട് പ്രിയ ആലിസ് ജോർജ് എന്ന മാതാവിന് ദൈവസന്നിധിയിൽ വിട പറയുവാൻ മക്കളെ ദൈവം, കുടുംബാംഗങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. തന്റെ സഹോദരിക്ക് വിശ്വാസത്തോടെ യാത്ര പറയുവാൻ പ്രിയ മോഹൻചേട്ടനെ ദൈവം ബലപ്പെടുത്തട്ടെ. പ്രിയ ആന്റിക്ക് വീണ്ടും കർത്താവിനാണ് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുന്ന ആ നല്ല പ്രത്യാശയോടുകൂടെ യാത്ര പറയുവാൻ അഭിനന്ദ തിരുമേനിയെയും കൊച്ചുമ്മയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് CSI ഈസ്റ്റ് കേരള മഹായുടെ അഭിനയ തിരുമേനിമാർ, ഔദ്യോഗികമായ തിരുമേനിമാരുടെ പേരിൽ കുടുംബാംഗങ്ങൾക്കൊണ്ടും അതുപോലെ മഹാൻ ഓഫീസേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള ജോയ് കുമാർ സാറ്, ബിജോയ് എക്സൻ, പൾസ് ജോർജ് സാറ് എന്നൊരു പേരിലും മഹായുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും മഹായുടെ എല്ലാ ബോർഡുകളുടെയും മഹായുടെ എല്ലാ കൗൺസിലറുകളുടെയും മഹായുടെ ആകമാനമായ സഭാജനങ്ങളുടെയും വൈദ്യരുടെയും ശുശ്രൂഷയുടെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം പ്രിയ കുടുംബങ്ങളെ, അംഗങ്ങളെ പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുന്നു. ദൈവം പ്രത്യാശ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പുനരാഗമനത്തിനായി ഒരുങ്ങുവാൻ ദൈവം നമ്മെ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന അഭിമന്യ തിരുമേനിയോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടെ അനുശോചന വാക്കുകളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ഇഷ്ടമുള്ള മഹായുടെയും പ്രത്യേകിച്ച് ഞാൻ ഈ നാൾ ചെയ്യുന്ന മൗണ്ട് ഇടവകയുടെയും മണ്ഡിപ്രിയ സഭാജില്ലയുടെയും പേരിലുള്ള അനുശോചനത്തെയും ഈ സമയം അറിയിക്കുന്നു. അഭിനന്ദ ഫ്രാൻസിസ് തിരുമേനിയുടെ ചുമതലയിലുള്ള കൊല്ലം കൊട്ടാരക്കര മഹാദേവിയുടെ ഓഫീസേഴ്സുകളും അത് വന്നിട്ടുണ്ട്. എൻ്റെ സഹപാഠിയായിരിക്കുന്ന വൈദ്യ സെക്രട്ടറി ജോസ് ജോർജ് അച്ഛൻ, അതുപോലെ തന്നെ ഡേവിഡ്
ഹാവേലച്ചൻ ആൽബിനച്ചൻ ഹാവേലച്ചൻ നമ്മുടെ കോർപ്പറേറ്റ് അതുപോലെ രജിസ്ട്രാർ ദിവ്യ എം ജോസ് ഇവിടെ വന്നിട്ടുണ്ട്. ലേസ് സെക്രട്ടറി സാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും ബിഷപ്പ് സെക്രട്ടറി ആൽബിൻ അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരെയും കൊല്ലംകാരൊക്കെ മഹാളിൽ വന്നിരിക്കുന്നതായ എല്ലാ വൈദ്യശ്രീയും രജിസ്ട്രാർ സാറിനെയൊക്കെ വളരെ വിനയത്തോടുകൂടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജോസ് അച്ഛൻ ഇപ്പോൾ നിശ്ചയമായിരിക്കുന്നു. CSI ഈസ്റ്റ് കേരള മഹാരാജ ബിഷപ്പും CSI കൊല്ലംകൊട്ടാരക്കര മഹാരാജ ബിഷപ്പും ജാതകമായിരിക്കുന്ന VS ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹവുമായുള്ള KG ഡാനിയൽ തിരുമേനി, ബിഷപ്പുമാർ CSI ഈസ്റ്റ് കേരള മഹാരാജയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, കൊല്ലംകൊട്ടാരക്കര മഹാരാജയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, ഏറ്റവും സ്നേഹവുമായുള്ള വൈദികർ, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ നാടുകളിൽ കൊല്ലംകൊട്ടാരക്കര മഹാരാജയുമായി ആത്മീയമായ നേതൃത്വം നൽകി ഞങ്ങളെ നയിക്കുന്ന അഭിമന്യ തിരുമേനിയുമായുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. അതിലുപരി കൊല്ലംകൊട്ടാരക്കര മഹായിടവകയും ഈസ്റ്റ് കേരള മഹായിടവകയും കഴിഞ്ഞ കാലങ്ങളിലും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുവാനുള്ള വിവിധ മുഖാന്തരങ്ങളുണ്ട്. അതിലുപരി കൊല്ലംകൊട്ടാരക്കര മഹായിടവ രൂപവത്കൃതം പ്രാപിക്കുന്നതിൽ ഈസ്റ്റ് കേരള മഹായിടവയിലെ ബിഷപ്പന്മാർ ഏറ്റവും സേവനങ്ങളുള്ള KG ഡാനിയൽ തിരുമേനി, അതുപോലെ മുൻ തിരുമേനിമാരും ഞങ്ങൾക്ക് നൽകിയ സഹായമൊക്കെ ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, മരണം ദൈവഹിതവും പ്രകൃതിയുടെ നിയമവുമാണ്. നമ്മളെല്ലാവരും ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരും അതിലൂടെ കടന്നു പോകേണ്ടവരുമാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കർത്താവാകുന്നു.